നമസ്കാരം. പൊതുവെ പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമുണ്ട്, തോൽവി ഒരു പാഠമാണ്, വിജയത്തിലേക്കുള്ള ഒരു വഴിയാണെന്നുള്ളത്. ആ പാഠവും ആ വഴിയും എല്ലാം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. നേതൃത്വ നിരയിലുള്ള രാഹുൽ ഗാന്ധിയുടെ പുറപ്പെടലും അതൊക്കെ പരിപൂർണമായി മനസ്സിലാക്കിയും അറിഞ്ഞും മുൻകരുതലോടെയുള്ള നീക്കങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തുന്നുള്ളത്. 2014 മോദി തരംഗവും മോദി സർക്കാർ അധികാരത്തിലേറാനുള്ള കാരണവും വിശദമായി അവർ പഠിച്ചിട്ടുണ്ട്. അതിന് വിശദമായ രീതിയിൽ ഒരു മറുപടിയും നൽകാനാണ് കോൺഗ്രസിന്റെ പുതിയ തയ്യാറെടുപ്പ്. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് അവർ മുന്നോട്ട് വെക്കുന്നുള്ളത്. 2014 മോദി തരംഗം ഏറ്റവും കൂടുതലധികം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് മാധ്യമങ്ങളിലൂടെയാണ്. ഓരോ മാധ്യമവും മോദി തരംഗം എന്ന രീതിയിൽ തന്നെ വാർത്തകൾ നൽകിയപ്പോൾ പ്രേക്ഷകർക്കിടയിൽ മോദി തരംഗം നിറഞ്ഞു കവിയുകയായിരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് ചെറുതായൊന്നുമല്ല. കാവ്യയുടെ പകർപ്പുകൾ ഏറ്റുവാങ്ങി ആ പകർപ്പുകൾ പ്രേക്ഷകരിലേക്ക് പകർന്നു കൊടുത്ത മാധ്യമങ്ങളുടെ കടന്നുകയറ്റം കോൺഗ്രസിനെയും നല്ല രീതിയിൽ തന്നെ ബാധിച്ചു. അതിലെടുത്തു പറയേണ്ടതാണ് അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് TV. ഈ റിപ്പബ്ലിക് TVക്ക് ഒരു ബദൽ കൊണ്ടുവരാൻ കോൺഗ്രസിന് അന്ന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് കോൺഗ്രസ് അതിനൊരു നല്ല ബദൽ തന്നെ കൊണ്ടുവരാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതെ, ഹാർവസ്റ്റ് TV എന്ന രീതിയിലാണ് അവർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഹാർവസ്റ്റ് TVയുടെ നിക്ഷേപകരായി എത്തിയിരിക്കുന്നത് മുൻ ധനമന്ത്രി ചിദംബരവും പ്രമുഖ അഭിഭാഷകൻ കപിൽ സിബലും കർണാടകയുടെ കോൺഗ്രസ് സിംഹം DK ശിവകുമാറും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഹാർവസ്റ്റ് TVയിൽ ഒരു പ്രതീക്ഷ എല്ലാവരും ചിലപ്പോൾ വെച്ചേക്കും. കോർപ്പറേറ്റ് മാധ്യമങ്ങളിലേക്കുള്ള ഹാർവസ്റ്റ് TVയുടെ കടന്നുകയറ്റം തീർച്ചയായും കോൺഗ്രസിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റിയെടുക്കും. ഹാർവസ്റ്റ് TVയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സംഘപരിവാർ മയം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മാധ്യമങ്ങളുടെ കള്ളക്കണക്കുകളും കള്ളവാർത്തകളും പൊളിച്ചടുക്കി സംഘപരിവാറിന്റെ യഥാർത്ഥ മുഖം പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഹാർവസ്റ്റ് TV കടന്നു വരുന്നതോടുകൂടി തന്നെ മറയിലാകാൻ വേണ്ടി പോകുന്നത് റിപ്പബ്ലിക് TVയുടെ കാവി മയമാണ്. അർണബ് ഗോസ്വാമിക്ക് ഇത് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും. ഇംഗ്ലീഷിലായിരിക്കും ആദ്യഘട്ടത്തിൽ ഹാർവസ്റ്റ് TVയുടെ കടന്നുവരൽ, പിന്നീട് ഹിന്ദിയിലേക്കും മാറ്റപ്പെടും. അതായത് ജനുവരി അവസാനമാകുമ്പോഴത്തേക്കും ഹാർവസ്റ്റ് TV കടന്നു വരുന്നതോടുകൂടി കോൺഗ്രസിന്റെ ചരിത്രത്തിൽ മറ്റൊരു മാറ്റവും രാഹുൽ ഗാന്ധി കൊണ്ടുവരികയാണ്. ഒരു കാര്യം ഉറപ്പാണ്, രണ്ടും കൽപ്പിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ പടയോട്ടമുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു കർഷകരുടെ വായ്പ എഴുതി തള്ളിയതും. ഒരു കാര്യം ഉറപ്പിക്കാൻ BJPയും തയ്യാറായി നിന്നിട്ടുണ്ട്. കൂട്ടായ പരിശ്രമത്തിലൂടെയല്ലാതെ കോൺഗ്രസിനെ നേരിടാൻ സാധിക്കുകയില്ല എന്ന വിശ്വാസം അമിത്ഷാ അടങ്ങുന്ന നേതൃത്വത്തിനരികിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹാർവസ്റ്റ് TVയുടെ വരവും കാത്ത് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.